നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോൻ വിഷമിക്കാതെ, ഇത്രയും കഴിവുള്ള മോനെ ഒരു ജോലി കിട്ടിയിരിക്കും. മോൻ 2 ദിവസം നന്നായിട്ടൊന്ന് വിശ്രമിക്കേ, എന്നിട്ട് മതി ജോലിയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ആലോചന. നിങ്ങൾ രണ്ടുപേരും വാ, ഭക്ഷണം കഴിക്കാം. വാ മോനെ, വാ വാ കഴിക്കാം. വാ വാ. ആഹാ, ഭക്ഷണം കഴിക്കാൻ പോവാണോ? ഞാൻ കരുതിയത് ഭക്ഷണം വേണ്ടെന്നൊക്കെ അഖില് തടസ്സം പറയുന്നൊക്കെയാ. അതെന്തിനാ ഭക്ഷണം വേണ്ടെന്ന് പറയുന്നത്? അല്ല, ഇപ്പൊ അഖിലിന്റെ സ്ഥാനത്ത് ഞാനാണെന്നിരിക്കട്ടെ. എന്നെയും ഭാര്യയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ഞാൻ എന്റെ ഭാര്യയുമായിട്ട് അച്ഛ വീട്ടിൽ പോയി പൊറുതി തുടങ്ങി. അല്ല, ഈ അച്ഛ വീടെന്ന് പറയുന്നത് ഭാര്യ വീട്. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവിടെ എന്നെ വന്ന് ഉണ്ണാൻ വിളിച്ചാലേ ഈ കേട്ട പാതി കേക്കാത്ത പാതി ഞാൻ എങ്ങനെ ചാടി എണീക്കത്തൊന്നുമില്ല. എനിക്കൊരല്പം ഉളുപ്പൊക്കെ തോന്നും. പിന്നെ ഈ ഊണ് വേണ്ടെന്നൊക്കെ ഞാൻ തടസ്സം പറയും. അല്ല, ഞാനല്ല, ഒരുമാതിരി മാനം ഉള്ളവരൊക്കെ അങ്ങനെ പറയും. പിന്നെ ഞാൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാ, കാര്യാക്കണ്ട കേട്ടോ. ജയന്തി കണ്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ജയന്തി കേന്തി എന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങും. ഉള്ളതൊക്കെ പറഞ്ഞ കുറിയും ചിരിക്കും എന്നാണല്ലോ. ഇല്ല സാർ, വേണ്ട, നിങ്ങൾ കഴിച്ചോ. ഇവള് പറഞ്ഞത് കേട്ടിട്ടാണോ? ജയന്തി അടുത്ത് പറഞ്ഞത് സത്യമായ കാര്യമല്ലേ സാർ. ഞാനൊരു ബാധ്യത അവൻ ഇഷ്ടപ്പെടുന്നില്ല. ശ്യാമയും അച്ഛനമ്മയ്ക്ക് ഭക്ഷണം കൊടുക്ക, നീയും കഴിച്ചോ. സർ വന്നേ. ഇല്ല ശ്യാമ, വേണ്ട, നിങ്ങൾ കഴിച്ചോ. സർ വരാനാ പറഞ്ഞേ. അല്ല, ഇനിയിപ്പോ ഇതിനും ജയന്തിക്കായിരിക്കോ കുറ്റം? മിണ്ടി പോരുത്, ഇതെന്റെ വീടാ. ഈ വീട് എനിക്ക് അച്ഛൻ തരാൻ പോകുന്നേ. അങ്ങനെ നോക്കുമ്പോ എന്റെ ഔദാര്യത്തിലാ എടുത്ത് ഈ വീട്ടിൽ നിൽക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോ കണക്ക് പറയുന്നു. ഇതെന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിന് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഇനി ഒരു വാക്ക് പറഞ്ഞ വെച്ചേക്കില്ല ഞാൻ. സർ വാ വാ. അഖിലിനെ ഇനി വേദനിപ്പിച്ച ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.